ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് 3 ക്യാരറ്റാണ് ഞാൻ എടുത്തത്. ഇത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ, ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വിസിലിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള ക്യാരറ്റൊക്കെ ആണെങ്കിൽ 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇളം ക്യാരറ്റൊക്കെ ആണെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചൂടാറുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഏലക്കായ പൊടിച്ചതും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിക്കിലാണ് വേണ്ടത്. ഇനി നമുക്കിത് മൂടിയിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ടിത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം നല്ല നേർമയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് പീസ് ഓരോന്നായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഗോൾഡൻ കളർ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പഴംപൊരിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ക്യാരറ്റിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കണം. അതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് വേവുകയും വേണം. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ ക്യാരറ്റ് വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.